മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 21ാം നൂറ്റാണ്ടില് നമ്മുടെ പൈതൃകം ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൂചന നൽകേണ്ടായി. നമ്മളുടെ മുമ്പിലുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെ, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അനന്തമായിട്ടുള്ള അറിവുകൾ നമ്മളുടെ പുറകിലുള്ള അനുഭവത്തിൻ്റെ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ അനുഭവത്തിൻ്റെ അറിവുകൾ, ഈ പുറകിലുള്ള അനുഭവങ്ങളുടെ, അറിവുകളുടെ ആധുനിക കാലഘട്ടത്തിലെ ഉപയോഗം നമ്മൾ വിശകലനം ചെയ്തെടുക്കുകയാണെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കുറെയെല്ലാം നമ്മുടെ പൈതൃക വിദ്യകൾ, അറിവുകൾ സഹായിക്കും. മാത്രമല്ല, ആധുനിക ലോകത്തിന് ആശയങ്ങൾ ആവശ്യമാണ്. ആ ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് ശരിക്ക് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മുമ്പോട്ട് പോകുന്നത്. സ്റ്റീവ് ജോബ്സിന്റെ അടുത്ത് വന്നിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞു അത്രേ, എൻ്റെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ട്, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫാൻ കറങ്ങുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. അങ്ങക്ക് ശബ്ദമില്ലാത്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് സ്റ്റീവ് ജോബ്സിന്റെ അടുത്ത് ചോദിച്ചു അത്രേ. സ്റ്റീവ് ജോബ്സ് തൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള കുറേ ജോലിക്കാരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ശബ്ദം ഉണ്ടാക്കാത്തൊരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്ത് തരണം. അതിന് നിങ്ങൾ എത്ര സമയം വേണമെങ്കിൽ എടുത്തോളൂ, എത്ര പ്രോജക്റ്റ് കോസ്റ്റ് വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു അത്രേ. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ശബ്ദമുണ്ടാകാത്ത കമ്പ്യൂട്ടർ, ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നുള്ള ഒരു ആശയമാണത്. ഉദാഹരണമായിട്ട് എൻ്റെ അനുഭവത്തിൽ കുറേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ബാംഗ്ലൂര്, അവിടെ സ്പീച്ച് നടത്തിയത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല, അവർ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആണ്, IIM ഹോളിഡേ ആണ്. അന്ന് അവിടെ ടോപ്പ് കമ്പനികളുടെ ടോപ്പ് മാനേജ്മെന്റ് 98 പേരുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, പ്രീ ഡിന്നർ സെഷൻ. 6 തൊട്ട് 7 വരെയാണ് പറഞ്ഞിരുന്നത്. വൈകുന്നേരത്തെ ഭക്ഷണത്തിന് മുമ്പുള്ള ക്ലാസ്. വീദിക് മാനേജ്മെന്റ് എന്നായിരുന്നു എനിക്ക് ടോപ്പിക് തന്നിരുന്നത്. എന്നോട് എടുക്കാൻ പറഞ്ഞതും അത് തന്നെയാണ്. അപ്പൊ ഞാൻ വേദത്തിലെ ഏതാണ്ട് 60 മന്ത്രങ്ങൾ കൂട്ടിയത് മാനേജ്മെന്റിലെ ഓരോ പോയിന്റുമായിട്ട് വിവരിച്ചു. 1 മണിക്കൂർ കഴിയാറായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 1 മണിക്കൂറാണ്, ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ, അവരുടെ പേര് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, എലിസബത്ത് എന്നാണ് പേര്, ടാറ്റ കമ്പനിയിലെ വളരെ സീനിയർ ഉദ്യോഗസ്ഥ. അവർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ടൈം ഈസ് നോട്ട് എ ബാരിയർ, യു പ്ലീസ് കണ്ടിന്യൂ. അപ്പൊ ഞാൻ 1 മണിക്കൂറും കൂടി എടുത്തു. 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇഫ് യു ഹാവ് ഗോട്ട് മോർ ടു ടെൽ പ്ലീസ് കണ്ടിന്യൂ, ഡോണ്ട് വറി അബൌട്ട് ദ ടൈം ഓർ ഡിന്നർ. എന്നെ 2.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ലെക്ചറിന് വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടത് അത് കോർഡിനേറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ഈ സ്ത്രീ അയാളോട് പറഞ്ഞു, ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാമെന്ന് പറഞ്ഞു. ഈ എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്രയും ഉണ്ടായിട്ടും നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടോ ഒരു കമ്പനിയിൽ ധാരാളം മെസ്സേജുകൾ സ്റ്റിക്കറിൽ ഒട്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്റ്റിക്കറിൽ ഒട്ടിക്കുന്നതായിട്ട് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട്
ഇങ്ങനൊരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ളതാണ്. അതിലെ എല്ലാ പോയിന്റുകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മുഴുവനും വീഡിയോ എടുത്തതിൻ്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ആ ലെക്ചറിൻ്റെ വീഡിയോ കോപ്പി അവിടെ അടുത്ത ദിവസം കൊടുത്തു എന്ന് എന്നോട് അറിയിച്ചു. വളരെ നന്ദിയോടുകൂടിയാണ് അവരെല്ലാവരും ഇത് പറഞ്ഞത്. അപ്പം നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കാം. വേറൊരു ചെറിയ ഉദാഹരണം, മഹർഷി ദേവാനന്ദയുടെ സെന്ററിൽ ഒരിക്കൽ പോവുകയുണ്ടായി. അവിടെ മഹാദേവാനന്ദ എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട്. കാനഡക്കാരനാണ്, ഇന്ത്യക്കാരനല്ല. അദ്ദേഹം വൈറ്റാണ്, സായിപ്പാണ്. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറയുകയുണ്ടായി, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേര് ബാക്സ്റ്റർ കറോലിന എന്നാണ്, അവര് കേരളത്തിലേക്ക് വന്നു. അവര് കുറച്ച് ആത്മീയമായിട്ട് ബന്ധമുള്ളവരായതുകൊണ്ട് ഏതോ തറവാട്ടിൽ താമസിച്ചു. താമസിക്കുന്ന സമയത്ത് വൈകുന്നേരം ആയപ്പോൾ അമ്മൂമ്മ അവിടുത്തെ കുട്ടികളോട് നാമം ജപിക്കുമ്പോൾ ഉറക്കം ജപിക്കാൻ പറഞ്ഞു. ഒരു മദാമ്മ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഈ കുട്ടികളന്ന് സാധാരണ ഉറക്ക നാമം ജപിക്കുന്നതിന് പകരം അന്നത്തെ ദിവസം പതുക്കെയാണ് ജപിച്ചത്, ഈ സ്ത്രീ ആ വീട്ടിലുള്ളത് കൊണ്ട്. അപ്പൊ ഈ അമ്മൂമ്മ ഇങ്ങനെ ഉറക്കം ജപിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീ ചോദിച്ചു, എന്തിനാ ഉറക്കം ജപിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ പോരെയെന്ന് ഈ സ്ത്രീ അമ്മൂമ്മയോട് ചോദിച്ചു. അമ്മൂമ്മ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഈ മന്ത്രമെല്ലാം ഉറക്കം ജപിച്ചാൽ ചെടികളെല്ലാം അത് കേട്ട് അതിന് മോക്ഷം കിട്ടും, അതിന് സന്തോഷമാവും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ഈ ബാക്സ്റ്റർ കറോലിനയ്ക്ക് ഒരു ഐഡിയ ആയിട്ട് തോന്നി. അവർ നേരെ തിരിച്ച് യൂണിവേഴ്സിറ്റി ചെന്ന് അവരുടെ വീട്ടില് ചുറ്റും, കാലിഫോർണിയയിൽ വളരെ തണുപ്പുള്ള സ്ഥലമല്ല, വീടിന് ചുറ്റും റോസാ ചെടികൾ വെച്ചു. 60ഓളം റോസാ ചെടികൾ അവർ വെച്ചു. അത്രേ വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അതിൻ്റെ അടുത്ത് എന്ന് പറയും, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, നിനക്ക് മുള്ളിൻ്റെ ആവശ്യമില്ല, നിന്നെ സംരക്ഷിക്കാൻ നീ മുള്ളുണ്ടാക്കണ്ട, ഞാൻ സംരക്ഷിച്ചോളാം എന്ന് ദിവസവും പറയൂ. അത്രേ. നാമം ജപിക്കുന്നത് ചെടികൾ കേട്ട് അവയ്ക്ക് അതിന് ഏതെങ്കിലും വിധത്തിലുള്ള മുലയുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ പറയുന്നത് ഈ ചെടികൾ കേൾക്കണമല്ലോ എന്ന് ധരിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. 60-65 ദിവസം, 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നീട് ആ റോസാ ചെടികളിൽ നിന്ന് വരുന്ന പുതിയ കമ്പുകളിൽ മുള്ള ഇല്ലായിരുന്നു. അത്രേ. അമേരിക്കൻ സയന്റിസ്റ്റ് എന്ന മാഗസീനില് ഈ മുള്ളിൽ ഉള്ള ഭാഗവും മുള്ളില്ലാത്ത ഭാഗവും കാണിച്ച് ദ പ്ലാന്റ്സ് റെസ്പോണ്ടഡ് ടു മൈ മെസ്സേജ് എന്ന് പറഞ്ഞ ആ സ്ത്രീ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. വളരെ രസകരമായിരുന്നു. ഒരു നാമം ജപിക്കുന്നതിനെ കുറിച്ച് കേട്ട ഒരു സന്ദേശം അവർ ആധുനിക ശാസ്ത്രത്തിന് ഉപയോഗിച്ചു. ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ ലണ്ടനിൽ 10-15 ദിവസം ഉണ്ടായിരുന്നു. ഡോക്ടർ പരമേശ്വരൻ എന്ന് പറയുന്ന റേഡിയോളജിസ്റ്റിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഇന്ന് നമുക്ക് നേരത്തെ പുറത്തേക്ക് പോകാൻ സാധിക്കില്ല, ട്രീ സർജൻ വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ട്രീ സർജൻ ആരാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ ട്രീ സർജൻ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ തോട്ടത്തിൽ 2-3 ആപ്പിൾ മരമുണ്ട്, അതിങ്ങനെ ചാവാനായിട്ട് കിടക്കുന്ന മാതിരി നിൽക്കുകയാണ്. അപ്പോ ഒരു ട്രീ സർജൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാൾക്ക് 1 മണിക്കൂറിന് 6 പൗണ്ടോ 10 പൗണ്ടോ ഒക്കെ കൊടുക്കണം. അയാൾ വന്ന് ഈ ചെടിയുടെ ചില കമ്പുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മുറിച്ച് ആ ചെടിയെ പിടിച്ച് കുലുക്കും. എന്നിട്ട് ആ ചെടിയുടെ സൈഡിലിരുന്നുകൊണ്ട് അതിനെ കൊല്ലാൻ പോണ മാതിരി ശബ്ദം ഉണ്ടാക്കും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി ഭയപ്പെട്ട് കഴിഞ്ഞാൽ ആ ചെടി സർവൈവലിന് വേണ്ടി പെട്ടെന്ന് വളരാൻ തുടങ്ങും. ഇതാണ് ട്രീ സർജന്റെ ജോലി. ഇതിവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സയൻസാണ്. അപ്പൊ ശരിക്കും ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലും മഹാഭാരതത്തിലെ ഭീഷ്മോപദേശത്തിലും വൃക്ഷായുർവേദം, ശാർങ്ങധരന്റെ വൃക്ഷായുർവേദത്തിലും അതുപോലെ തന്നെ
ബൃഹത് സംഹിതയിലെ 51-ാം അധ്യായമായിട്ടുള്ള വൃക്ഷായുർവേദത്തിലും വരാഹമിഹിരാചാര്യൻ എഴുതിയതിൽ അവിടെ എല്ലാം ചെടികൾക്ക് അസാധാരണമാം വിധത്തിൽ ഭയമുണ്ടെന്നും അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നും അത് ചുറ്റുപാടുകൾക്ക് പ്രതികരിക്കുന്നുണ്ടെന്നും എഴുതിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചിലര് പരീക്ഷണം നടത്തിയിട്ട് ഇങ്ങനെ ചെടികളിൽ പുതിയ ജീവൻ കൊടുക്കാൻ പാകത്തിന് സർവൈവലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് ഡോക്ടർ പരമേശ്വരൻ പറഞ്ഞു. ഏതായാലും ഞാൻ ഈ ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ആ ചെടി ട്രീ സർജൻ വരുന്നതിന് മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു, അയാൾ വന്ന് ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് 2 മാസത്തിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ളതിന് ഫോട്ടോ അയച്ചു തന്നു. എനിക്ക് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത അത്രയും വലിയൊരു മാറ്റമാണ്. ഇതൊരു പൈതൃക ഭാരതത്തിന്റെ അറിവാണ്, ആര് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും. അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ ന്യൂയോർക്കില് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയിലെ KHNAയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ ഡോക്ടർ ജോർജ് മാർട്ടിൻ എന്ന് പറഞ്ഞ കാർഡിയാക് സർജൻ, അദ്ദേഹം പറയായിരുന്നു 600 പേഷ്യൻ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ. സ്വന്തം ഹോസ്പിറ്റലാണ്. ന്യൂയോർക്ക് പ്രദേശത്തൊക്കെ ഒരു ഹോസ്പിറ്റൽ നടത്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റിച്ച് ആയിരിക്കണമെന്ന് മനസ്സിൽ തോന്നി. ഈ ജോർജ് മാർട്ടിനെ എനിക്ക് പരിചയപ്പെടുത്തിയ മലയാളി പറഞ്ഞത്, ഹി ഈസ് ദ ചാണക്യ ഓഫ് ഹാർട്ട് സർജറി എന്നാണ്. ഈസ് ദ ചാണക്യ ഓഫ് ഹാർട്ട് സർജറി എന്നിങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പബ്ലിക്കേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ഡോക്ടർ ജോർജ് മാർട്ടിൻ 5 വേദങ്ങളും എടുത്തു. 5 വേദങ്ങളും എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സർജറി പേഷ്യൻറ്റിന്, സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് 24 മണിക്കൂറും അവർ മന്ത്രങ്ങൾ കേട്ടുകൊണ്ടാണ് കിടക്കാറുള്ളത്. പക്ഷെ എനിക്ക് കുറേ കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു 4 വേദം. ഞാൻ 5 വേദം എന്ന് പറയാൻ കാരണം ഋഗ്വേദം, കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം, യജുർവേദത്തിന്റെ 2 ശാഖ ചേർത്തിട്ടാണ് 5 വേദം എന്ന് പറഞ്ഞത്. ഈ വേദമന്ത്രങ്ങൾ അവിടെ ഫുള്ളായിട്ട് ഇടണം, ഭയങ്കര എഫക്റ്റാണ് അതിന് എന്ന് അദ്ദേഹം പറഞ്ഞ്, ഇപ്പൊ നമ്മുടെ ഈ സവർണരുടേതാണ്, പിന്തിരിപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയിരുന്ന വേദമന്ത്രങ്ങൾ അവർ ഹാർട്ട് സർജറിക്ക് വേണ്ടി പേഷ്യന്റിന് നോർമലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച. അദ്ദേഹം തന്നെ എന്നോട് പറയേണ്ടായി, ഞാനിത് നേരത്തെ കേട്ടിട്ടുണ്ട്, ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് നല്ല രീതിയിൽ അമേരിക്കയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും വികസിത രാഷ്ട്രങ്ങളിലും അത് സ്പ്രെഡ് ചെയ്തു വരുന്നു. എന്താ ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം വിവരിച്ചു തരികയായിരുന്നു. ശരിക്ക് തളർന്ന ആത്മവിശ്വാസമില്ലാതെ അപകർഷതാബോധത്തോടുകൂടി കഴിയുന്ന കുട്ടികളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ക്രിട്ടിക്കൽ പൊസിഷൻ കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ കുട്ടി അസാധാരണമാം വിധത്തിലുള്ള കഴിവ് കാണിക്കും. വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ആ കുട്ടി ഒരു വിഷമവും ഇല്ലാണ്ട് ചെയ്യും. അത് ശരിക്ക് ഹനുമാനെ ജാംബവാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ തനിക്ക് ലങ്കയിലേക്ക് കടൽ ചാടി പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഹനുമാൻ താൻ പോകാം എന്ന് പറഞ്ഞത് ഈ മോട്ടിവേഷൻ കാരണമാണ്. ഹനുമാൻ പോയിട്ടുണ്ടോ പോയിട്ടില്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷെ രാമായണത്തിലെ വിവരണം അതുപയോഗിച്ചിട്ടാണ് ഈ ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞ് ഇന്ന് നല്ല രീതിയിൽ വളരെയധികം മോശമായിട്ടുള്ള കുട്ടികളെല്ലാം ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്. ശരിക്കും ഇന്നലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് നടത്തുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, ISO 9001 ഉള്ള സ്കൂളാണ് നമ്മുടെ സ്കൂള്. ആ സ്കൂളിൽ 2 കുട്ടികൾ, ആ കുട്ടികൾ ഒരിക്കലും
CBSE 10ാം ക്ലാസ് പാസ്സാവില്ലെന്ന് ഉറപ്പായിരുന്നു. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ തോറ്റു എന്നുള്ളത് കേൾക്കേണ്ടി വരരുത് എന്ന കാരണത്താൽ ഒരു മാസം മുമ്പ് ഈ 2 കുട്ടികളെയും നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങി. ഹനുമാൻ ഇഫക്റ്റ് പോലെ അപ്രീഷിയേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഒരു മാസം റിസൾട്ട് വന്നപ്പോൾ ഈ 2 കുട്ടികൾക്കും 70% കൂടുതൽ മാർക്കുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് എന്നെ അറിയിച്ചത്. ഈ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള വാക്ക് തന്നെ ഹനുമാൻ ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചപ്പോൾ സംഭവിച്ചതാണത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ അഭിമന്യു ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. നമ്മുടെ അഭിമന്യു തന്നെ ചക്രവ്യൂഹം, പത്മവ്യൂഹം ഒക്കെ ഉണ്ടാക്കുന്ന കഥയുടെ കൂട്ടത്തിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധതന്ത്രത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗർഭത്തിലുള്ള കുട്ടി ഇത് കേൾക്കുന്നുണ്ട്. അഭിമന്യുവിന്റെ കാര്യത്തിൽ അല്പം എക്സാജറേറ്റഡ് ആയിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനകത്തുനിന്നൊരു മെസ്സേജ്, ആശയം എടുക്കാനുണ്ട്. അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയെ കേൾപ്പിക്കുന്നത് ആ ചുറ്റുമുള്ള എല്ലാത്തിലും ആ ശബ്ദതരംഗം വരുന്നതുകൊണ്ട് ഗർഭത്തിലുള്ള കുട്ടിക്കും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. മന്ത്രമാണെങ്കിലും നല്ല രീതിയിലുള്ള സന്ദേശമാണെങ്കിലും എല്ലാം ആ കുട്ടിയെ സ്വാധീനിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രം അടിവരയിട്ട് തെളിയിച്ചിരിക്കുന്നത് ഒരു അനുഭവത്തിലൂടെ മഹാഭാരതത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ പൈതൃകത്തിലെ ഏതാശയങ്ങളും തുറന്ന മനസ്സുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ പകർത്താനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, നാസയിലേക്ക് പോയതിന്റെ എക്സ്പീരിയൻസ് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. അവിടെയും കുറേ സയന്റിസ്റ്റുമാര് വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ടാണ് റിസർച്ച് നടത്തുന്നത്. വളരെ ഭംഗിയായിട്ട് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുണ്ട്, പ്രൊഫസർ ടി ടെമ്പിൾ ടട്ട്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ അമേരിക്ക പോകുമ്പോഴത്തേക്ക് ക്ലീവ്ലാൻഡിൽ ക്ലാസ് എടുക്കാറുണ്ട്, ഇന്നവിറ്റബിളി ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോ അദ്ദേഹം കേരളത്തിലേക്ക് വന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർ കൃഷ്ണൻ നായരായിരുന്നു ആ റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡയറക്ടർ. അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു, ക്യാൻസർ പേഷ്യൻസിന് മുഴുവനും നല്ല മന്ത്രങ്ങൾ കേൾപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംഗീതം കേൾപ്പിക്കുകയാണെങ്കിൽ ആ മ്യൂസിക് തെറപ്പി എന്ന എഫക്റ്റ് അവർക്ക് ലഭിക്കും. അതിനുള്ള കോസ്റ്റ് മുഴുവനും ഞാൻ ബിയർ ചെയ്തോളാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞങ്ങൾ ഒരുമിച്ചാണ് RCCയിൽ പോയത്. ആ സംഗീതം ശരിക്കും ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കും എന്നുള്ളത് മ്യൂസിക് തെറപ്പി, മന്ത്ര തെറപ്പി എന്നിപ്പോൾ അറിയപ്പെടുന്ന വാക്കുകൾ ശരിക്കും നമ്മളുടെ സംഗീത രത്നാകരം എന്ന പുസ്തകത്തിൽ ഓരോ രാഗവും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ധാരാളം അറിവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ അനീമിയ വരില്ല. കാരണം ആ മെഴുക്കുവരട്ടിയിലുള്ള ഇരുമ്പ് സത്ത് മതി 2 മില്ലിഗ്രാം പെർ ഡേ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഒരു ആശയമാണത്. ഇത്ര ഭംഗിയായിട്ട് നമുക്ക് അനീമിയ ഇല്ലാത്ത ഒരു ശരീരത്തെ ഉണ്ടാക്കാൻ ഭക്ഷണത്തെ ഔഷധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചു നോക്കാം. ശരിക്ക് രാവിലെ കുളി കഴിഞ്ഞാൽ നമ്മളൊരു തർപ്പണം കൊടുക്കാറുണ്ട്. പണ്ടത്തെ കാലത്ത് തലയിൽ വെള്ളം വയ്ക്കും, തല തോർത്തില്ല, തെക്കോട്ട് തിരിഞ്ഞെന്ന് കയ്യിൽ വെള്ളം എടുത്ത് മാതൃദേവോ ഭവ മാതൃം തർപ്പയാമി, പിതൃദേവോ ഭവ പിതൃം തർപ്പയാമി എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെയും അമ്മയെയും 5 സെക്കൻഡ് ധ്യാനിച്ച് തർപ്പണം കൊടുക്കാം. അവനവന് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. പക്ഷെ അതിനകത്തൊരു വലിയ സയൻസ് തന്നെയുണ്ട്. ആരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം, ഇതിനെല്ലാം ശാസ്ത്രവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞ് എതിർക്കുന്നവരുണ്ട്. എതിർക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരത് ചെയ്യട്ടെ. അപ്പോൾ ഈ കുറേ നേരം കുളി കഴിഞ്ഞ് തലയിൽ വെള്ളം വെച്ചുകൊണ്ടിരുന്നാൽ അത് നിരന്തരം നമ്മൾ ചെയ്യുമ്പോൾ ശരീരത്തിൽ അസാധാരണമായ വിധത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു മഴ നനഞ്ഞു, കുറച്ച് വെള്ളത്തിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ കുടയെടുക്കാൻ മറന്നുപോയി,
ചെറിയ മഴ കൊണ്ടാൽ പോലും പനി വരുന്ന വ്യക്തികൾക്കൊക്കെ ഇതൊരു ക്യൂറേഷനാണ്. ഇത് ശരിക്കും ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന ഒരു സയൻസാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട്. ഇനിയും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും എക്സാമ്പിൾ പറയാൻ സാധിക്കും. എത്ര വേണമെങ്കിലും എക്സാമ്പിൾ പറയാൻ സാധിക്കും. അതെല്ലാം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നമ്മളുടെ പൈതൃകത്തിലെ ആശയങ്ങളും പ്രായോഗികമായ അറിവുകളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയതുണ്ട്. അതുപയോഗിക്കാൻ നമ്മളുടെ മാതാപിതാക്കൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. നല്ല രീതിയിൽ വലിയ ചെലവൊന്നും ഇല്ലാതെ കുറേ അധികം പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ, ഒരുപക്ഷെ അതിൻ്റെ സയൻസ് അറിയാതെയാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നല്ല ജീവിതം നമുക്ക് സ്വയം ഉണ്ടാക്കാൻ സാധിക്കും. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ പൂർവികർ ഇതൊക്കെ കണ്ടുപിടിച്ചത് അതിൻ്റെ സയൻസ് അറിഞ്ഞിട്ടാവണമെന്നില്ല. സാക്ഷാൽ അനുഭവൈർദൃഷ്ടോ നശ്രുതോ ന ഗുരുദർശിത ലോകാനാമുപകാരായ ഏതത് സർവം പ്രദർശിതം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ കണ്ടത് ലോക നന്മയ്ക്കായിട്ട് സമർപ്പിച്ചു. വേണമെന്നുള്ളവരെടുക്കുക, എതിർക്കണമെന്നുള്ളവര് എതിർക്കാം. ഏതായാലും നിലനിൽക്കേണ്ടത് നിലനിൽക്കും. നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കാലം തന്നെ അടിച്ചു തെറിപ്പിക്കും. പ്രണാമം, നമസ്കാരം.